ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കുക്കിംഗ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് വെർമിസെല്ലിയാണ്. അത് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കണേ. അത് വേണമെങ്കിൽ ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയിലും തയ്യാറാക്കാം, അതല്ല ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് നെയ്യ് വേണം. അത് നമ്മുടെ വെർമിസെല്ലി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെർമിസെല്ലിയാണ്. ഇതിൽ നിന്ന് ഒരു 1 കപ്പേ ഞാൻ ഈ പായസത്തിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പഞ്ചസാര, കുറച്ച് കണ്ടൻസ് മിൽക്ക്. ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇതൊരു 1/4 കപ്പിൽ കുറവാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തിരിക്കുന്നത്. എല്ലാം ആഡ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റ് ആയാലും ആഡ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഇത് വാനില എസൻസ് ആണ്. പിന്നെ ഇതാണ് കസ്റ്റാർഡ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു 1 ടീസ്പൂണേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പായസം ഒരുപാട് അങ്ങ് തിക്കായി പോവും. പിന്നെ ഇത് കാഷ്യൂ ആണ്. റേസിൻസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, അതിവിടെ പായസത്തിൽ ആർക്കും അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ കാഷ്യൂ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 2 കപ്പ് പാല്, പിന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഈ വെർമിസെല്ലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പാൻ ബർണറിൽ വെച്ചു. നമ്മളിനി ഒരു 1-2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണമെന്നില്ല, നമുക്ക് പായസത്തിൽ ഇടാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെർമിസെല്ലിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് മതിയാവും. ചില പാക്കറ്റ് നമുക്ക് റോസ്റ്റഡ് വെർമിസെല്ലി ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ സ്റ്റെപ്പ് ആവശ്യമില്ല, നമുക്കിത് അവോയ്ഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് എല്ലാം ഒരേപോലെ റോസ്റ്റായി കിട്ടില്ല. കുറച്ച് കൂടുതലും കുറച്ച് കുറവുമായിട്ട് റോസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് മതിയാവും. നമ്മൾ ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം കൂട്ടിയും കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി ഇവിടെ അത്യാവശ്യം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് പാനാണോ അത് വയ്ക്കുക. വെർമിസെല്ലി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത 2 ഗ്ലാസ് വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ വെർമിസെല്ലി റോസ്റ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടച്ച് വെച്ചൊരു 5 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഇത് വെന്തത് മതിയോ, വേവ് കൂടുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 5 മിനിറ്റ്സ് എങ്ങനെയായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഞെക്കിയാൽ ഇത് മുറിയുന്ന ഒരു വേവേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഒരുപാട് ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഇതാവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ മിക്ക വെർമിസെല്ലി ഇപ്പോൾ റോസ്റ്റഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് വെർമിസെല്ലിയിൽ വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ കട്ട് ചെയ്യാൻ പാകത്തിന് വന്നം. അപ്പോൾ അത് ആ വേവായി തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരുപാട് വെന്തുടഞ്ഞു പോകുന്ന പോലെ വേവിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. ഈ പാലൊന്ന് തിളച്ച് വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പാല് നമ്മൾ തിളച്ച് വരുന്നവരെ ഇളക്കാതിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇളക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിയിൽ ഈ പാല് വന്നിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ടേസ്റ്റിന് ആ ഒരു കരിഞ്ഞ പോലെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് വരാനായിട്ട് അത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് തിളച്ച് വരുന്നവരെ ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതൊരു 1/2 കപ്പിൽ കൂടുതൽ പഞ്ചസാരയുണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് തണുത്ത പാലിലാണ് നമ്മൾ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചൂട് പാൽ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. കാരണം ചൂട് പാലിൽ ഒരിക്കലും മിക്സ് ആവില്ല, അത് കട്ട പിടിച്ചു പോകും. നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. ഒരു 1/4 കപ്പ് പാലാണ്, തണുത്ത പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് മിക്സാവും. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. ഇത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ഇളക്കി തുടങ്ങണം, കൈ എടുക്കാതെ ഇനി ഇളക്കണം. കാരണം ഇത് തിക്കായി മാറും, നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വരും. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത അപ്പം തൊട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഒരു മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഷുഗർ വേണോ പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിനി കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ മധുരം ഒട്ടുമില്ല, കുറച്ചധികം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് ആഡ് ചെയ്യുന്നില്ല, അതിലും കുറച്ചും കൂടി കുറവാണ് ആഡ് ചെയ്യുന്നത്. മധുരം അധികം ആവശ്യമുള്ളവർക്ക് 1/4 കപ്പ് ആഡ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, റേസിൻസ് ആവശ്യമുള്ളവർക്ക് അതിടാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് വെർമിസെല്ലിയുടെ കുക്കിംഗ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തത്. നിങ്ങൾക്കതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പുഡിംഗ് ആക്കിയിട്ട് എടുക്കാനാണ് ആവശ്യമെങ്കിൽ ഒരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഇത് 2 രീതിയിൽ നമുക്കിപ്പോൾ സെർവ് ചെയ്യാം. ഒന്ന് പായസത്തിൻ്റെ രീതിയിലും പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് പോലെയും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അതും നല്ല ടേസ്റ്റിയാണ്. ഇതെന്തായാലും തണുക്കാൻ കുറച്ച് നേരം മാറ്റി വയ്ക്കണം. നമ്മുടെ വെർമിസെല്ലി കസ്റ്റാർഡ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. മധുരം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഈ പാകത്തിന് തന്നെ, ഈ അളവിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് തിക്കുമല്ല, നമ്മുടെ പായസത്തിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. പിന്നെ നമുക്കിത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ ആപ്പിൾസ് കുറച്ച് കട്ട് ചെയ്ത് വളരെ സ്മോൾ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം.